ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഫ്ലിപ്പ് പാറ്റേൺസ് അല്ലെങ്കിൽ ഫ്ലിപ്പ് സോൺസ്. ഈ ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മാർക്കറ്റ് വളരെയധികം വിൻ റേറ്റ് കൂടിയതും അതുപോലെ തന്നെ സ്മാർട്ട് മണി ലേണിംഗ് സീരീസിൻ്റെ ഒരു എപ്പിസോഡും അതുപോലെ തന്നെ SMCയുടെ ഒരു കണ്ടിന്യൂവേഷനാണ് ഈ ഒരു ഫ്ലിപ്പ് പാറ്റേൺസ് അല്ലെങ്കിൽ ഫ്ലിപ്പ് സോൺസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആക്കുക. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ടു ഐഡൻറ്റിഫൈ ഫ്ലിപ്പ് പാറ്റേൺസ് ആൻഡ് ഫ്ലിപ്പ് സോൺസ്, എസെൻഷ്യൽ റൂൾസ് ടു ഐഡൻറ്റിഫൈ വാലിഡ് ആൻഡ് ഹൈ ക്വാളിറ്റി ഫ്ലിപ്പ് പാറ്റേൺസ് ആൻഡ് സോൺസ് ഫ്ലിപ്പ് പാറ്റേൺസ്, അതുപോലെ തന്നെ കണ്ടിന്യൂവേഷൻ ഫ്ലിപ്പ് പാറ്റേൺസ്, റിവേഴ്സൽ ഫ്ലിപ്പ് പാറ്റേൺസ്, ഫ്ലിപ്പ് എൻട്രി മോഡൽസ്, അഡ്വാൻസ്ഡ് ഫ്ലിപ്പ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ തുടക്കം മുതൽ അവസാനം വരെ കാണുക. കണ്ട നല്ലൊരു എൻട്രി മോഡലും നിങ്ങൾക്ക് നല്ലൊരു എൻട്രി സെറ്റപ്പ്, വളരെയധികം വിൻ റേറ്റ് കൂടിയൊരു എൻട്രി സെറ്റപ്പ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനും പറ്റും. അപ്പം ഫസ്റ്റ് ടേം ഫ്ലിപ്പ് ഇൻ ഫ്ലിപ്പ് പാറ്റേൺ സിഗ്നിഫൈസ് ദ മാർക്കറ്റ് ഫ്ലിപ്പിംഗ് ഫ്രം വൺ ഡയറക്ഷൻ ടു അനദർ സജസ്റ്റിംഗ് എ ഷിഫ്റ്റ് ഇൻ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓഫൺ ഒബ്സർവ്ഡ് ആസ് എ സിഗ്നിഫിക്കൻറ്റ് ടേണിംഗ് പോയിന്റ് ഓർ എ പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ഫോർ ട്രേഡേഴ്സ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ ചേഞ്ചിങ് മാർക്കറ്റ് ഡൈനാമിക്സ്. അതുപോലെ തന്നെ ദ ഫ്ലിപ്പ് എൻട്രീസ് ആർ ദ ബെസ്റ്റ് വേസ് ടു ഹോപ്പ് ഇൻ ക്വിക്ക് സെറ്റപ്പ് വൈൽ ദ മാർക്കറ്റ് പ്ലമറ്റ്സ് ഓർ സോഴ്സ്. അതായത് ഒരു മാർക്കറ്റ്, ഒരു അപ് ട്രെൻഡിൽ പോകുന്നൊരു മാർക്കറ്റ്, ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ സോണിൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തോ ഇല്ലയോ, അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ എൻട്രി, അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ആ ഒരു റിവേഴ്സലും കണ്ടിന്യൂവേഷനും ഒക്കെ നമുക്ക് ഒരു ഫ്ലിപ്പ് എന്ന മോഡൽ, ഫ്ലിപ്പ് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു കണ്ടിന്യൂവേഷനും റിവേഴ്സലും ഒക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാർക്കറ്റിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു മൂവ്മെൻറ്റ്, ഒരു ഉയർച്ചയും ആ ഒരു ഡൗൺ സൈഡിലോട്ടുള്ള താഴ്ചയും ഒക്കെ നമുക്ക് നോക്കിക്കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ നല്ലൊരു എൻട്രി സെറ്റപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് നല്ലൊരു എൻട്രി എടുക്കാം. വളരെ വിൻ റേറ്റ് കൂടിയൊരു എൻട്രി നമുക്ക് ഈ ഒരു ഫ്ലിപ്പ് സോൺ അല്ലെങ്കിൽ ഫ്ലിപ്പ് പാറ്റേൺസ് യൂസ് ചെയ്തുകൊണ്ട് എൻട്രി എടുക്കാം. അതാണ് ഈ ഒരു ഫ്ലിപ്പ് എന്ന ഒരു സ്ട്രാറ്റജി കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഫ്ലിപ്പ് പാറ്റേൺ? ഫ്ലിപ്പ് പാറ്റേൺ 2 ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ റിവേഴ്സൽ ഫ്ലിപ്പ് പാറ്റേണും അതുപോലെ തന്നെ കണ്ടിന്യൂവേഷൻ ഫ്ലിപ്പ് പാറ്റേണും. ഫസ്റ്റ് നമുക്ക് റിവേഴ്സൽ ഫ്ലിപ്പ് പാറ്റേൺസ് എന്താണെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നിങ്ങളിവിടെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഒരു ഹൈ തന്നു. ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു ഇമേജാണ്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഒരു ഹൈ തന്നു, ലോ തന്നു, ഹയർ ഹൈ തന്നു, ഹയർ ലോ തന്നു, ഹയർ ഹൈ തന്നു, ഹയർ ലോ തന്നു. ദെൻ മാർക്കറ്റ് പോയി ഒരു ഹയർ ടൈം ഫ്രെയിമിലുള്ള ഒരു സപ്ലൈ സോണിൽ പോയി ടാപ്പ് ചെയ്തു. ദെൻ മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിൽ ആ ഒരു സപ്ലൈ സോണിൽ പോയി ടാപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് താഴോട്ടിറങ്ങി ഒരു ലോ തന്നു. പക്ഷേ മാർക്കറ്റിന് ഈ ഒരു ഹയർ ഹൈയെ മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ദെൻ മാർക്കറ്റ് ഒരു ഹൈ തന്നിട്ട് താഴോട്ടിറങ്ങിപ്പോയി. എങ്ങനെ താഴോട്ടിറങ്ങിപ്പോയി? ഈ ലാസ്റ്റായിട്ട് ക്രിയേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഡിമാൻഡ് സോണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴോട്ടിറങ്ങിപ്പോയി. അങ്ങനെ നമുക്ക് ഈ ഒരു ഹയർ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഒരു ഫ്ലിപ്പ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്തെന്ന് പറയാം? ഫ്ലിപ്പ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ മാർക്കറ്റ് ഒരു ഫ്ലിപ്പ് തന്നാൽ ദെൻ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് നമുക്കൊരു ഫ്ലിപ്പ് സോണായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അതൊരു സപ്ലൈ സോണല്ല, അതിനും ഉപരി മുകളിലായിട്ടൊരു ഫ്ലിപ്പ് സോണാണ്. കാര്യം ആ ഒരു ഫ്ലിപ്പ് സോൺ എന്ന് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ട് സെൽ സൈഡ് പുഷ് ചെയ്യാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്കതിനെ ഫ്ലിപ്പ് സോൺ എന്ന് തന്നെ പറയാം. അപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് ഈ ഒരു ഹയർ ലോയെ, അതായത് മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു സപ്ലൈ സോണിൽ പോയി മിതിഗേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ലാസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഡിമാൻഡ് സോൺ, എങ്ങനെ ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആവുന്നു, അതുപോലെ തന്നെ എങ്ങനെ ഒരു ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ആവുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് സോണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. ഈ ഒരു ഹയർ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു ഹയർ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്ലിപ്പ് ക്രിയേറ്റ് ആവും. ദെൻ മാർക്കറ്റ് ആ ഒരു ഫ്ലിപ്പ് ക്രിയേറ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഒരു ഫ്ലിപ്പ് സോൺ കൂടി നമുക്കിവിടെ ക്രിയേറ്റ് ആയി എന്ന് പറയാം. അതെങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാർക്കറ്റ് ആ ഒരു ഫ്ലിപ്പ് സോണിൽ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എൻട്രി സെൽ സൈഡിലോട്ട് പുഷ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് അപ്പ് സൈഡിലോട്ടും എൻട്രി നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡിൽസും അതുപോലെ തന്നെ ഈ ഒരു ഫ്ലിപ്പ് പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം.
മാർക്കറ്റ് ഇവിടുന്ന് അപ് ട്രെൻഡിലോട്ട് വന്ന മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, പക്ഷേ ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആയി. ഇവിടം വരെ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് മാർക്കറ്റ് ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആക്കി. എന്തുകൊണ്ട് ക്രിയേറ്റ് ആക്കി? ഇവിടെ മാർക്കറ്റിൽ ഇന്നെഫിഷ്യൻസി ഉണ്ട്. എന്താണ് ഇന്നെഫിഷ്യൻസി എന്നറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ദെൻ മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആയി. എന്തുകൊണ്ട്? ഈ ഒരു ഇന്നെഫിഷ്യൻസി ഉണ്ടായതുകൊണ്ട് ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആയി. ശേഷം മാർക്കറ്റ് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു സപ്ലൈ സോണിൽ പോയി മാർക്കറ്റ് ടാപ്പ് ചെയ്തു. ഓക്കെ, മാർക്കറ്റ് എന്താണ് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു സപ്ലൈ സോണിൽ പോയി മാർക്കറ്റ് ടാപ്പ് ചെയ്തു എങ്കിൽ അവിടുന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് താഴോട്ട് വന്നു. അപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ ഈ ഒരു റിജക്ഷനിൽ തന്നെ എൻട്രി എടുക്കാറുണ്ട്. ചിലപ്പോൾ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരാം, അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പിന്നെയും കയറി പോവാം. അതൊരു 50-50 ഓക്കെ. അപ്പോൾ മാർക്കറ്റ് ദെൻ താഴോട്ട് ഇറങ്ങി വന്നു. ഈ ഒരു ഡിമാൻഡ് സോണിൽ മാർക്കറ്റ് വന്നു ഇറങ്ങി ടാപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചിലർ ഈ ഡിമാൻഡ് സോണിൽ എൻട്രി എടുക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ട കാര്യം, മാർക്കറ്റ് വന്നു ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഈ ഒരു സപ്ലൈ സോണിൽ വന്ന് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു. ഈ ഒരു ഡിമാൻഡ് സോണിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു. ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൻ്റെ ഈ ഒരു ക്യാൻഡിൽസ്, ഒരു റിജക്ഷൻ ക്യാൻഡിലുണ്ട്, റെസ്റ്റിംഗ് ക്യാൻഡിൽസ് ഉണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് ജസ്റ്റ് ഒരു പുൾ ബാക്ക് തന്നു. ആ ഒരു ക്യാൻഡിൽസ് കണ്ടാൽ തന്നെ അറിയാം അതൊരു ജസ്റ്റ് ഒരു പുൾ ബാക്ക് മാത്രമാണ്. ഓക്കെ, ആ ഒരു പുൾ ബാക്ക് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് നല്ലപോലെ താഴോട്ടിറങ്ങി. എങ്ങനെ താഴോട്ടിറങ്ങി? ഈ ഒരു ഡിമാൻഡ് സോണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴോട്ടിറങ്ങി. കൂടാതെ ഇവിടെ എന്തുണ്ട്? ഇന്നെഫിഷ്യൻസി ഉണ്ട്. മാർക്കറ്റ് ഈ ഒരു ലോയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. അതൊരു ഫ്ലിപ്പായിരുന്നു. അങ്ങനെ മാർക്കറ്റ് ഇന്നെഫിഷ്യൻസിയോട് കൂടി മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് ക്രിയേറ്റ് ആവും? ഒരു ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ആവും. അങ്ങനെ ഒരു ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ആയാൽ ദെൻ മാർക്കറ്റ് മുകളിലോട്ട് വന്ന് ഈ ഒരു ഫ്ലിപ്പ് സോണിൽ മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെൽ സൈഡിലോട്ട് ഒരു എൻട്രി പുഷ് ചെയ്യാം. അപ്പം ഈ ഒരു ഫ്ലിപ്പ് സോണിന് കുറച്ചധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഫസ്റ്റ് ടൈം ഈ സപ്ലൈ സോണിൽ എൻട്രി എടുക്കുന്നവരുണ്ട്, ചിലപ്പോൾ ഡിമാൻഡ് സോണിൽ വന്ന് എൻട്രി എടുക്കുന്നവരുണ്ട്. നിങ്ങൾ മാർക്കറ്റിനെ വാച്ച് ചെയ്യുക, കറക്റ്റായിട്ട് ക്യാൻഡിൽസൊക്കെ നോക്കി വാച്ച് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരു റിജക്ഷൻ കിട്ടി. അങ്ങനെ ഒരു റിജക്ഷൻ കിട്ടിയപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇന്നെഫിഷ്യൻസി ഉണ്ടായി, ഒരു ഫ്ലിപ്പായി, ദെൻ നമുക്കൊരു ഫ്ലിപ്പ് സോണായി. അങ്ങനെ ഒരു ഫ്ലിപ്പ് സോൺ ആവുമ്പോൾ നമുക്ക് എന്താണ്? ഇന്നെഫിഷ്യൻസിക്ക് തൊട്ട് മുമ്പായിട്ടുള്ള, അതായത് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന് തൊട്ട് മുമ്പായിട്ടുള്ള ആ ഒരു റിജക്ഷൻ ക്യാൻഡിൽ നമുക്ക് ഫ്ലിപ്പ് സോണായിട്ട് എടുക്കാം. ഫ്ലിപ്പ് സോണായിട്ട് എടുത്തുകൊണ്ട് ദെൻ മാർക്കറ്റ് വന്ന് മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് താഴോട്ട് എൻട്രി പുഷ് ചെയ്യാം. അപ്പം നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു റൂൾസും കാര്യങ്ങളും എന്നുള്ള കാര്യം നോക്കാം. ഫസ്റ്റ് വൺ, പ്രൈസ് മസ്റ്റ് ഫസ്റ്റ് മിറ്റിഗേറ്റ് ആൻഡ് ഗെറ്റ് റിവേഴ്സ്ഡ് ഫ്രം എ ഹയർ ടൈം ഫ്രെയിം സപ്ലൈ ഓർ ഡിമാൻഡ് സോൺ. ഞാൻ നേരത്തെ പറഞ്ഞു, മാർക്കറ്റ് ഒന്നാമത്തെ കാര്യം ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു സപ്ലൈ സോണിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വന്ന് ടാപ്പ് ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് വന്ന മാർക്കറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിവേഴ്സൽ ഫ്ലിപ്പ് പാറ്റേൺസിനെ പറ്റിയാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. മാർക്കറ്റ് ഇവിടെ നിന്നൊരു ഹയർ ലോ ഒക്കെ തന്ന് മുകളിലോട്ട് കയറിയ മാർക്കറ്റ് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു സപ്ലൈ സോണിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഒരു സപ്ലൈ സോൺ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോൺ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും വേണം. അതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് റൂള് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് റൂൾ എന്താണെന്ന് നോക്കാം. മസ്റ്റായിട്ട് ഇന്നെഫിഷ്യൻസി വേണം. അതായത് നമ്മളിവിടെ പറയുന്ന പോലെ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു സപ്ലൈ സോണൊക്കെ ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് ഹയർ ലോ ഒക്കെ തന്ന് ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് വന്ന് മിറ്റിഗേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് മാർക്കറ്റ് ഒരു ലോ തരുമല്ലോ. ആ ഒരു ലോയിൽ, അതായത് ഈ ഒരു ലോയിൽ നിന്ന് മാർക്കറ്റ് പൊങ്ങുമ്പോൾ ഇവിടെ എന്ത് വേണം? ഒരു ഇന്നെഫിഷ്യൻസി വേണം. ഇങ്ങനെ ഒരു ഇന്നെഫിഷ്യൻസി ഇവിടെ ഉണ്ടായാലേ ഇവിടെ മാർക്കറ്റിൽ നമുക്കൊരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആവത്തുള്ളൂ. ഓക്കെ, ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആവത്തുള്ളൂ. എന്തുകൊണ്ടാണ് ആ ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആവണം എന്ന് പറയുന്നത്? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആകുമ്പോൾ മാർക്കറ്റ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഡിമാൻഡ് സോണിൽ ചെറിയൊരു പുൾ ബാക്ക് തന്നതിന് ശേഷം ഈ ഒരു ഡിമാൻഡ് സോണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു ഫ്ലിപ്പ് കിട്ടുന്നത്.
അങ്ങനെ ആ ഒരു ഫ്ലിപ്പ് കിട്ടിയാലേ നമുക്ക് ഇവിടെ ഒരു ഫ്ലിപ്പ് സോൺ നമുക്ക് ക്രിയേറ്റ് ആവത്തുള്ളൂ. ഇവിടെ ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ആവണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ഒരു ഇൻഎഫിഷ്യൻസി വേണം, മസ്റ്റാണ്. അപ്പം എവിടെയൊക്കെ ഇൻഎഫിഷ്യൻസി വേണം? മാർക്കറ്റിൽ സപ്ലൈ സോൺ വേണം ഫസ്റ്റ് കാര്യം, അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ വേണം. അതുപോലെ തന്നെ ഇൻഎഫിഷ്യൻസി വേണം, ഡിമാൻഡ് സോണിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. അതുപോലെ തന്നെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻഎഫിഷ്യൻസിയോട് കൂടി അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പോട് കൂടി മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. ഇനി നെക്സ്റ്റ് കാര്യം, ഇൻഎഫിഷ്യൻസിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇൻഎഫിഷ്യൻസി ഇവിടെ നോക്കുമ്പോൾ എഫിഷ്യൻസി, ഇവിടെ നോക്കുമ്പോൾ ഇൻഎഫിഷ്യൻസി. എന്താണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്? ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, ഇൻഎഫിഷ്യൻസി എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നുകൊണ്ടാണ് മാർക്കറ്റ് താഴോട്ട് പോയേക്കുന്നത്. ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, അവിടെ സ്മാർട്ട് മണിയോ കാര്യങ്ങളോ ഒന്നും വർക്കായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എഫിഷ്യൻസി എന്ന് പറയാം. ഈ ഫെയർ വാല്യൂ ഗ്യാപ്സും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നമുക്ക് ഇൻഎഫിഷ്യൻസി എന്നും പറയാം. എന്തുകൊണ്ട്? അവിടെ സ്മാർട്ട് മണി വർക്കായിട്ടുണ്ട്, അവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് തന്നതുകൊണ്ടും നമുക്ക് ഇൻഎഫിഷ്യൻസി എന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് റൂൾസ് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നെക്സ്റ്റ് കാര്യം, പ്രൈസ് മസ്റ്റ് റിയാക്ട് ടു എ സപ്ലൈ ഓർ ഡിമാൻഡ് സോൺ ടു ക്രിയേറ്റ് എ പുൾ ബാക്ക്. അതായത് പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ഡിമാൻഡ് സോണിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് ഒരു പുൾ ബാക്ക് തരണം, മസ്റ്റാണ്. അല്ലാണ്ട് ഈ ഒരു പുൾ ബാക്കിന് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്ന നിങ്ങൾ പോയി ആ ഡിമാൻഡ് സോണിൽ നിന്നും ബൈ സൈഡിലോട്ട് എൻട്രി എടുക്കരുത്. അത് വെറും ഫാൾട്ടായിട്ടുള്ള എൻട്രിയാണ്. ഓക്കെ, അപ്പം മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് സോണിൽ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ഒരു പുൾ ബാക്ക് തരണം. പുൾ ബാക്ക് തന്നതിന് ശേഷം മാർക്കറ്റ് ആ ഒരു ഇൻഎഫിഷ്യൻസിയോട് കൂടി മാർക്കറ്റ് താഴോട്ടിറങ്ങണം. അങ്ങനെ മാർക്കറ്റ് താഴോട്ടിറങ്ങിയാലേ നമുക്ക് എന്താവത്തുള്ളൂ? ഇവിടെ ഒരു ഫ്ലിപ്പ് സോൺ ആവത്തുള്ളൂ. ഓക്കെ, ഒരു ഫ്ലിപ്പ് സോൺ ഇവിടെയും മാർക്കറ്റ് ഇവിടെ ഫസ്റ്റ് ഫ്ലിപ്പ് തരണം. ഫ്ലിപ്പ് തരണമെങ്കിൽ എന്തൊക്കെ വേണം? മാർക്കറ്റ് ഇവിടെ പുൾ ബാക്ക് തരണം, റിജക്ഷൻ തരണം, ദെൻ ഇൻഎഫിഷ്യൻസി. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നുകൊണ്ട് ഈ ഡിമാൻഡ് സോണിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ഫ്ലിപ്പ് സോണിൽ വന്ന് മിതിഗേറ്റ് ആവണം. ഓക്കെ, അങ്ങനെ മിതിഗേറ്റ് ആയാലേ നമുക്ക് ആ ഒരു ഫ്ലിപ്പ് സോണിൽ നിന്നും റിവേഴ്സൽ എൻട്രി കിട്ടൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം, മസ്റ്റ് ബി അൺമിതിഗേറ്റഡ്. മസ്റ്റ് ബി അൺമിതിഗേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഹയർ ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ ഒരു ഫ്ലിപ്പ് സോണിൻ്റെ കാര്യം എടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ മിതിഗേറ്റഡ് എന്ന് കാണിക്കുന്നത്. എന്തുകൊണ്ട് മിതിഗേറ്റഡ്? മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ടിറങ്ങിയപ്പോൾ ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഇൻഎഫിഷ്യൻസി അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്സ് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു ശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് കയറി വന്ന് ഈ ഒരു ഡിമാൻഡ് സോണിൽ ടാപ്പ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് താഴോട്ടിറങ്ങി വന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു ടാപ്പ് കിട്ടിയിട്ടുണ്ട്. ദെൻ പിന്നീട് മാർക്കറ്റ് ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് അവിടെ ടാപ്പ് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്, പക്ഷേ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടില്ല. അപ്പം ഇവിടെ പറയുന്ന മെയിനായിട്ടുള്ള കാര്യം, മാർക്കറ്റ് ഒരു ഡിമാൻഡ് സോണിൽ അല്ലെങ്കിൽ ഒരു ഫ്ലിപ്പ് സോണിൽ നമുക്ക് എൻട്രി എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ഒരു ഫ്ലിപ്പ് സോണിൽ 3-4 പ്രാവശ്യം വന്ന് അങ്ങനെ നമുക്ക് എൻട്രി ഇല്ല. ഓക്കെ, ഒരു എൻട്രി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടാപ്പ്. ഓക്കെ, ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഇനി അഗ്രസീവ് ഫ്ലിപ്പ് എൻട്രി, നമ്മളിപ്പോൾ റിവേഴ്സൽ എൻട്രി അല്ലെങ്കിൽ റിവേഴ്സൽ ഫ്ലിപ്പ് എൻട്രിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് അഗ്രസീവ് ഫ്ലിപ്പ് എൻട്രി. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ചാർട്ടിൽ ഉൾപ്പെടെ ക്ലിയർ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ എന്താണ്? ഒരു അൺമിതിഗേറ്റഡ് സപ്ലൈ സോണുണ്ട്. ഓക്കെ, അതൊരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു സപ്ലൈ സോണോ എന്തോ ആകട്ടെ. ഓക്കെ, മാർക്കറ്റ് ഹൈ തന്നു, ലോ തന്നു, ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ. മാർക്കറ്റ് ഹയർ ഹൈ ഹയർ ലോ ഒക്കെ തന്ന് മാർക്കറ്റ് എന്തായി? ഈ ഒരു സപ്ലൈ സോണിൽ പോയി ടാപ്പ് ചെയ്ത്. ഓക്കെ, ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ടിറങ്ങി വന്നു. താഴോട്ടിറങ്ങി വന്നതിന് ശേഷം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ഡിമാൻഡ് സോൺ ഉണ്ടാവാൻ എന്തൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഈ ഒരു ഡിമാൻഡ് സോണി മാർക്കറ്റ് വന്ന് ടാപ്പായിട്ടൊരു പുൾ ബാക്ക് തന്നു. പുൾ ബാക്ക് തന്നതിന് ശേഷം മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് മാർക്കറ്റ് താഴോട്ടിറങ്ങി ഈ ഒരു ഡിമാൻഡ് സോണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട്. അങ്ങനെ മാർക്കറ്റ് ഡിമാൻഡ് സോണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴോട്ടിറങ്ങിയാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു ഫ്ലിപ്പ് സോൺ കിട്ടി. നമ്മളിവിടെ ഒരു സെൽ ലിമിറ്റ് ഓർഡർ വെക്കും. ആ ഒരു സെൽ ലിമിറ്റ് ഓർഡറിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുത്താൽ മാർക്കറ്റ് താഴോട്ടിറങ്ങി വരും. ഓക്കെ, അപ്പം നിങ്ങൾക്കത് റിയൽ ചാർട്ടിൽ എങ്ങനെയാണ് ആ ഒരു എൻട്രി എന്നുള്ള കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഇവിടുന്ന് മാർക്കറ്റിന് റീഡ് ചെയ്യുക. ഇതൊരു 1 hour യൂറോ USDയുടെ ചാർട്ടാണ്. ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറി വന്നു. ദെൻ മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ തന്നു. മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ മാർക്കറ്റിനെ റീഡ് ചെയ്യുക.
റീഡ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴോട്ടിറങ്ങിയതിന് ശേഷം നമുക്ക് എന്ത് കിട്ടി? ഇവിടെ എന്ത് കിട്ടി? ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. അങ്ങനെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ദെൻ മാർക്കറ്റ് താഴോട്ടിറങ്ങിയപ്പോൾ നമുക്ക് ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്താണ്, ഒരു 1 അവറിൽ ഒരു സപ്ലൈ സോൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എന്താണ്? ഒരു സപ്ലൈ സോൺ ക്രിയേറ്റ് ആയി. കൂടാണ്ട് നമ്മളിവിടെ നോക്കുമ്പോൾ മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വന്ന മാർക്കറ്റ് ഒരു ഈക്വൽ ഹൈസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ മാർക്കറ്റ് ഒരു ഈക്വൽ ഹൈസ് ഒക്കെ ക്രിയേറ്റ് ചെയ്താൽ ഇവിടെ എന്തുണ്ട്? അധികം പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്. ഓക്കെ, ലിക്വിഡിറ്റിയുടെ കാര്യം പറയുമ്പോൾ അധികം പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്. ഈ ഒരു ഈക്വൽ ഹൈയുടെ കാര്യം പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ വന്നാൽ വളരെ 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 ചാൻസാണ് നമ്മളെ ഒരു എൻട്രി പെർഫെക്റ്റ് ആവാൻ. ഓക്കെ, അപ്പോൾ 1 അവറിൽ നമുക്കൊരു സപ്ലൈ സോൺ കിട്ടി. അതെങ്ങനെ കിട്ടിയെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി പറഞ്ഞു തന്നിട്ടുണ്ട്. 1 അവറിൽ ഒരു സപ്ലൈ സോൺ കിട്ടി. അങ്ങനെ ഒരു സപ്ലൈ സോൺ കിട്ടി. ഇവിടെ ഒരു ഈക്വൽ ഹൈസ് കാര്യങ്ങൾ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? മാർക്കറ്റ് വന്ന് ഈ സപ്ലൈ സോണിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും മാർക്കറ്റ് ഈ ഒരു സപ്ലൈ സോണിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാർക്കറ്റ് ഈ ഒരു സപ്ലൈ സോണിൽ 1 അവറിൽ ആ ഒരു സപ്ലൈ സോണിൽ വന്ന് മിറ്റിഗേറ്റ് ആയാൽ നമ്മൾ എന്ത് ചെയ്യണം? അതൊരു 50 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, എന്താണ്? ആ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് നമ്മൾ ആ ഒരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ എന്താ നേരത്തെ പറഞ്ഞത്, ഒരു ഡിമാൻഡ് സോൺ വേണം. ഓക്കെ, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ തന്ന് മാർക്കറ്റ് ഇങ്ങനെ അപ് ട്രെൻഡിൽ കയറി വരുവാണ് ഈ ഒരു മാർക്കറ്റ്. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്ന മാർക്കറ്റാണ് വന്ന് 1 അവറിൽ ഈ ഒരു സപ്ലൈ സോണിൽ വന്ന് ടാപ്പായി. അപ്പോൾ മാർക്കറ്റ് എന്താണ്? ഇവിടെ നിന്ന് ഈ ഒരു അപ്പ് മൂവ്മെൻ്റ് ആണ് മാർക്കറ്റ് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്, ഇവിടെയും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട് 50 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ. അപ്പോൾ 1 അവർ 50 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ടിറങ്ങി വന്നു. നമുക്ക് ഇവിടെ ഒരു ഇൻഎഫിഷ്യൻസി കാര്യങ്ങളും മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത മാർക്കറ്റാണ്. ഓക്കെ, നമുക്കിവിടെ ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആയി. ഓക്കെ, എന്താണ്? ഒരു ഡിമാൻഡ് സോൺ ഇവിടെ ക്രിയേറ്റ് ആയി. എന്താണ് നമുക്കിനി വേണ്ടത്? മാർക്കറ്റ് എന്താണ്? ഈ ഒരു ഡിമാൻഡ് സോണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ഫ്ലിപ്പ് കിട്ടി. ഓക്കെ, എന്ത് കിട്ടി? ഒരു ഫ്ലിപ്പ് കിട്ടിയത് കൂടാണ്ട് മാർക്കറ്റ് എന്താണ്? ഇവിടെ ഒരു ഇൻഎഫിഷ്യൻസിയോട് കൂടി മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തു. ഓക്കെ, എന്താണ്? മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു ലോ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. ഇങ്ങനെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ഏരിയയിലായിട്ട് എന്ത് ക്രിയേറ്റ് ആവും? ഒരു ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ആവും ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, അങ്ങനെ മാർക്കറ്റിൽ ആ ഒരു ഫ്ലിപ്പ് സോൺ, ഈ ഒരു ക്യാൻഡിൽ ഫ്ലിപ്പ് സോൺ ആയിട്ട് ക്രിയേറ്റ് ആയാൽ ഈ ഒരു ഡിമാൻഡ് സോണിന് മാർക്കറ്റ് FEGയോട് കൂടി മാർക്കറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ആയാൽ നമുക്ക് എന്ത് പറയാം? നമുക്കിവിടെ ഫ്ലിപ്പ് സോൺ കിട്ടി. ഇനി മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്യണം. ഓക്കെ, അങ്ങനെ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്താൽ നമുക്കൊരു സെൽ സൈഡിലോട്ട് ഒരു ലിമിറ്റ് ഓർഡർ വെക്കാം. മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുന്നു, മാർക്കറ്റ് താഴോട്ടിറങ്ങി പോകുന്നു. നെക്സ്റ്റ് നമുക്ക് ഒരു താഴത്തെ 1 അവറിലെ ഒരു ഡിമാൻഡ് സോൺ നമുക്ക് നമ്മളെ ടാർഗറ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ആ രീതിയിലാണ് നമ്മൾ അഗ്രസീവ് ഫ്ലിപ്പ് സോൺ എൻട്രി നമ്മൾ പുഷ് ചെയ്യുന്നത്. ഇനി കൺസർവേറ്റീവ് ഫ്ലിപ്പ് എൻട്രി ഉണ്ട്. ഓക്കെ, അതിന് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇത് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു സപ്ലൈ സോണാണ്. ഓക്കെ, എന്താണ്? ഹയർ ടൈം ഫ്രെയിമിൽ ഒരു സപ്ലൈ സോണാണ്. മാർക്കറ്റ് ഒരു ഹയർ ലോ ഒക്കെ തന്നു, മാർക്കറ്റ് ഹയർ ലോ ഒക്കെ തന്നു, മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്തേ. അപ്പോൾ മാർക്കറ്റ് ഒരു സപ്ലൈ സോണിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഹയർ ലോയിൽ ഈ ഒരു ഡിമാൻഡ് സോണിൽ മാർക്കറ്റ് വന്ന് ടാപ്പായിട്ട് ജസ്റ്റ് ഒരു പുൾ ബാക്ക് എന്നതിന് ശേഷം എന്ത് വന്നു? താഴോട്ട് മാർക്കറ്റ് ഒരു ബ്രേക്ക് വന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ഫ്ലിപ്പ് കിട്ടി. അങ്ങനെ ഫ്ലിപ്പ് കിട്ടിയാലോ നമുക്കിവിടെ ഒരു ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ആവും. ഹയർ ടൈം ഫ്രെയിമിൽ നമുക്കൊരു ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ആയി. ഇതെല്ലാം ഹയർ ടൈം ഫ്രെയിമിലാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ എഴുതി വെക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അല്ലെങ്കിൽ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എൻട്രി മൊത്തത്തിൽ കുളമായി പോകും. ഓക്കെ, അപ്പം മാർക്കറ്റ് ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ, അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അഗ്രസീവ് ഫ്ലിപ്പ് എൻട്രി അതുപോലെ തന്നെ കൺസർവേറ്റീവ് ഫ്ലിപ്പ് എൻട്രി ഇതെല്ലാം കറക്റ്റായിട്ട് നോക്കി വെക്കുക. ഓക്കെ, അപ്പം ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് സപ്ലൈ സോണിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തു. ദെൻ മാർക്കറ്റ് എന്താണ്? ഈ ഒരു ഹയർ ലോയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഡിമാൻഡ് സോണിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്കൊരു ഫ്ലിപ്പ് കിട്ടി. ഓക്കെ, നമുക്ക് ആ ഒരു സിഗ്നൽ കിട്ടി. അങ്ങനെ ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഫ്ലിപ്പ് സോണിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്യണം.
അപ്പോൾ ഇത് ഇത്രയും സംഭവിച്ചിരിക്കുന്നത് എന്തിനാ? ഹയർ ടൈം ഫ്രെയിമിലാണ്. നമ്മൾ നേരെ ഇത് ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് ഒരു ഹൈ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഓക്കെ, ഒരു 50 മിനിറ്റ്സിലോട്ടെങ്ങാനും കൺവേർട്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഈ ഒരു ഫ്ലിപ്പ് സോണിൽ വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹയർ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടും. ഓക്കെ, അങ്ങനെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയാൽ നമുക്കൊരു ചോയ്സ് സപ്ലൈ ക്രിയേറ്റ് ആവും. അങ്ങനെ ഒരു ചോയ്സ് സപ്ലൈ ക്രിയേറ്റ് ആയ മാർക്കറ്റ് ഈ ഒരു ചോയ്സ് സപ്ലൈയിൽ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എൻട്രി താഴോട്ട് പുഷ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു കാര്യം ഓക്കെ എന്താണെന്ന് വെച്ചാൽ ഹയർ ടൈം ഫ്രെയിമിൽ നമുക്കൊരു സപ്ലൈ സോൺ, ആ ഒരു സപ്ലൈ സോണിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴോട്ടിറങ്ങിയിട്ട് ആ ഒരു ലാസ്റ്റ് ഡിമാൻഡ് സോണിൽ വന്ന് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തന്നു. പുൾ ബാക്ക് തന്നതിന് ശേഷം ആ ഒരു ഡിമാൻഡ് സോണിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടി? ഒരു ഫ്ലിപ്പ് കിട്ടി. ആ ഒരു ഫ്ലിപ്പ് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതൊരു 50 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് മൂവ്മെൻറ്റ് മാർക്കറ്റ് തന്നുകൊണ്ട് മാർക്കറ്റ് ആ ഒരു ഫ്ലിപ്പ് സോണിൽ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഹയർ ലോയെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുന്നു. ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുമ്പോൾ നമ്മളൊരു ചോയ്സ് സപ്ലൈ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു സെറ്റപ്പ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ആവും. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ആയ മാർക്കറ്റ് ആ ഒരു ചോയ്സ് സപ്ലൈയിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. നമ്മളെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ചോയ്സ് സപ്ലൈക്ക് കുറച്ച് മുകളിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മളുടെ ആ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു അൺമിറ്റിഗേറ്റഡ് ഡിമാൻഡ് സോൺ വരെ നമുക്ക് വെക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചോയ്സ് സപ്ലൈയിൽ നമ്മൾ എൻട്രി പുഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് റിയൽ ചാർട്ടിൽ നോക്കാം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ 1 അവറിലുള്ള ഒരു സപ്ലൈ സോണാണിത്. ഓക്കെ, 1 അവറിലുള്ള സപ്ലൈ സോൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു 1 അവറിലെ സപ്ലൈ സോണിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മളതൊരു 50 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അതായത് 1 അവറിൽ തന്നെ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യണം. അത് നമ്മൾ 50 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ടായിരുന്നു. ആ ഒരു ഡിമാൻഡ് സോണിനെ മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ബ്രേക്ക് ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. കൂടാതെ മാർക്കറ്റ് എന്താണ് മാർക്കറ്റ് ഇവിടുന്ന് ഡിമാൻഡ് സോണിന് മാർക്കറ്റ് പുൾ ബാക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. എന്തുകൊണ്ട്? ഈ ഒരു ഇൻഎഫിഷ്യൻസി കൊണ്ട്. അങ്ങനെ ഇൻഎഫിഷ്യൻസി കൊണ്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മാർക്കറ്റിനെ ആ ഒരു 50 മിനിറ്റ്സിൽ നമുക്ക് ഈ ഒരു റേഞ്ചിലായിട്ട് 50 മിനിറ്റിൽ ആ ഒരു ഫ്ലിപ്പ് സോൺ നമുക്ക് ക്രിയേറ്റ് ആവും. അങ്ങനെ ആ ഒരു 50 മിനിറ്റ്സിൽ ആ ഒരു ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു ഫ്ലിപ്പ് സോണിൽ മാർക്കറ്റ് വന്ന് 50 മിനിറ്റ്സിലാണ് ആ ഒരു ഫ്ലിപ്പ് സോണിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺ സൈഡിലോട്ട് ആ ഒരു എൻട്രി പുഷ് ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി തിരിഞ്ഞു പോകരുത്. അതായത് ഫ്ലിപ്പ് സോൺ എന്ന് പറയുമ്പോൾ റിവേഴ്സൽ, അതുപോലെ കണ്ടിന്യൂവേഷൻ എന്ന് പറയുമ്പോൾ റിവേഴ്സൽ തന്നെ 2 ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റും, അതുപോലെ തന്നെ കണ്ടിന്യൂവേഷനും. ഓക്കെ, അപ്പം ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അഗ്രസീവ് എങ്ങനെ എൻട്രി എടുക്കും, അതുപോലെ തന്നെ കൺസർവേറ്റീവ് ഫ്ലിപ്പ് എൻട്രിയിൽ ഫ്ലിപ്പ് സോണിൽ നമ്മളെങ്ങനെ എൻട്രി എടുക്കും എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പം 50 മിനിറ്റ്സിൽ മാർക്കറ്റ് വന്നു ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? അത് നമ്മളൊരു 1 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കിട്ടി. ഓക്കെ, എന്ത് കിട്ടി? ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കിട്ടി. അങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലോ ഈ ഒരു ചോയ്സ് സപ്ലൈയിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ആ രീതിയിൽ നമുക്ക് പുഷ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മളൊരു അഗ്രസീവ് രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് 50 മിനിറ്റ്സിലും അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടി കൺസർവേറ്റീവായിട്ട് എൻട്രി പുഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു 1 മിനിറ്റിലോട്ട് കൂടി കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഒരു ചോയ്സ് സപ്ലൈയിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 കാര്യങ്ങളും ഇവിടെ മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഈ ഒരു ചോയ്സ് സപ്ലൈ ക്രിയേറ്റായി മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്താൽ നമുക്ക് താഴോട്ട് ആ ഒരു എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ഫ്ലിപ്പ് സോണിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. വളരെയധികം വിൻ റേറ്റ് കൂടുതലാണ്. എന്ന് വെച്ചാൽ ഈ ഒരു മാർക്കറ്റിൽ നമ്മളിപ്പോൾ ഒരു എസ് എം സി മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തോ ഇല്ലയോ എന്നറിയാതെ എൻട്രി എടുക്കുന്നവരുമുണ്ട്. അപ്പോൾ ഈ ഫ്ലിപ്പ് സോൺ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എന്താണ് ആ ഒരു
ഈ കൺഫർമേഷൻ കൂടുതലാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് മാർക്കറ്റ് ഈ ഒരു സ്വിങ് ലോ വരെ നമുക്ക് ആ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ആ ഒരു എൻട്രി നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് കണ്ടിന്യൂവേഷൻ ഫ്ലിപ്പ് പാറ്റേൺ. എന്താണ് ഈ കണ്ടിന്യൂവേഷൻ ഫ്ലിപ്പ് പാറ്റേൺ? അതായത് മാർക്കറ്റിൻ്റെ കണ്ടിന്യൂവേഷൻ, മാർക്കറ്റിൻ്റെ ട്രെൻഡിനൊപ്പം പോവുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ രണ്ടെണ്ണം ഉണ്ട്. സപ്ലൈ ടു ഡിമാൻഡ് ഫ്ലിപ്പ് പാറ്റേൺ, അതുപോലെ തന്നെ ഡിമാൻഡ് ടു സപ്ലൈ ഫ്ലിപ്പ് പാറ്റേൺ. എന്താണെന്ന് രണ്ട് കാര്യം ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ സപ്ലൈ ടു ഡിമാൻഡ് ഫ്ലിപ്പ് പാറ്റേൺ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ സോൺ ഹയർ ടൈം ഫ്രെയിമിലോ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഹൈ തന്നു, ലോ തന്നു, ഹയർ ഹൈ തന്നു, ഹയർ ലോ തന്നു. ദെൻ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് മാർക്കറ്റ് ഇങ്ങനെ പോവുക. ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ ഓക്കെ, ഈ ഒരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ സോണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് മാർക്കറ്റ് ആ ഒരു കണ്ടിന്യൂവേഷൻ കൊണ്ടുപോകാനാണ് ചാൻസ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള ക്യാൻഡിൽസ് കൊണ്ട് മാർക്കറ്റ് ഈ ഒരു സപ്ലൈ സോണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് സോൺ നമ്മൾ എന്തായിട്ട് മാറ്റും? ഒരു ഫ്ലിപ്പ് സോണായിട്ട് മാറ്റും. അങ്ങനെ നമുക്ക് ഫ്ലിപ്പ് സോൺ ആക്കി മാറ്റിയാൽ മാർക്കറ്റ് ഈ ഒരു ഹെവി ബ്രേക്കിന് ശേഷം മാർക്കറ്റ് വന്ന് ഈ ഒരു ഡിമാൻഡ് ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലിപ്പ് സോൺ ഓക്കെ, എന്തായാലും മാർക്കറ്റ് അവസാനമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ഡിമാൻഡ് ഏരിയ നമ്മൾക്ക് ഫ്ലിപ്പ് സോണായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഫ്ലിപ്പ് സോണായിട്ട് എടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡിമാൻഡിലുപരി മാർക്കറ്റ് അവിടുന്ന് പമ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കുറച്ചും കൂടി കൺഫർമേഷൻ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലിപ്പ് സോൺ എന്ന് പറയുന്നത്. അങ്ങനെ മാർക്കറ്റ് ഈ ഒരു സപ്ലൈ സോണിനെ നല്ല രീതിയിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഫ്ലിപ്പ് സോണിൽ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ. അപ്പോൾ നമ്മളിനി ഡിമാൻഡ് ടു സപ്ലൈ ഫ്ലിപ്പ് നോക്കുവാണെങ്കിലോ മാർക്കറ്റ് എന്ത് തന്നു? ഈ ഒരു ലോ തന്നു, ദെൻ ഹൈ തന്നു, ലോവർ ലോ തന്നു. ഇങ്ങനെ വന്ന് മാർക്കറ്റ് ഇങ്ങനെ ഒരു സപ്ലൈയിലൊക്കെ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി വരുന്ന മാർക്കറ്റ്. ഓക്കെ, അങ്ങനെ ഇറങ്ങി വരുന്ന മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടൊരു ഡിമാൻഡ് സോണിനെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഫ്ലിപ്പ് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സപ്ലൈ സോണിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഫ്ലിപ്പ് കിട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡിമാൻഡിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്ലിപ്പ് കിട്ടും. ഓക്കെ, ആ ഒരു ഫ്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഏറ്റവും അവസാനം ക്രിയേറ്റ് ചെയ്ത ആ ഒരു സപ്ലൈ സോൺ, ഓക്കെ, ആ ഒരു സപ്ലൈ സോൺ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഒരു ഫ്ലിപ്പ് സോണായിട്ട് എടുക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ചാർട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് എന്നുള്ള കാര്യം. അതായത് ഇവിടെ 4 ഹവറിൽ നമുക്കൊരു ഡിമാൻഡ് സോൺ ഉണ്ടായിരുന്നു. എന്താണ് 4 ഹവറിൽ ഒരു ഡിമാൻഡ് സോൺ ഉണ്ടായിരുന്നു. മാർക്കറ്റ് ട്രെൻഡ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്ന മാർക്കറ്റാണ്. ലോവർ ലോ ലോവർ ഹൈ, ലോവർ ലോ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്ന മാർക്കറ്റ് പിന്നെയും മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് സോണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ മാർക്കറ്റ് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്താൽ, അതായത് ഈ ഒരു 4 ഹവറിലെ ഡിമാൻഡ് സോണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട്, അതായത് 1 ഹവറിൽ ഈ 4 ഹവറിലെ ഡിമാൻഡ് സോണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് സോണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഒരു ഫ്ലിപ്പ് ഉണ്ടായി എന്ന് പറയാൻ പറ്റും. കൂടാണ്ട് എന്ത് വേണം? ഇന്നെഫിഷ്യൻസിയോട് കൂടി മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് സോണിനെ ബ്രേക്ക് ചെയ്യണം. അത് മസ്റ്റാണ്. ഓക്കെ, എന്താണ്? ഈ ഒരു ഇന്നെഫിഷ്യൻസിയോട് കൂടി മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് സോണിനെ ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലോ ദെൻ നമുക്ക് ഈ ഒരു ഏരിയ ഒരു ഫ്ലിപ്പ് സോണായിട്ട് എടുക്കാം. മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ പമ്പ് ചെയ്ത് താഴോട്ട് ഇറങ്ങി പോയേക്കുന്നത് കാണാൻ പറ്റും. അതാണ് ഈ ഒരു കണ്ടിന്യൂവേഷൻ ഫ്ലിപ്പ് പാറ്റേണിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എൻട്രി ഇവിടെ നിന്ന് പുഷ് ചെയ്യാം, മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി പോകും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് അപ്പ് സൈഡിൽ മാർക്കറ്റ് ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വരുന്ന മാർക്കറ്റ് ഒരു 4 ഹവറിൽ ഒരു സപ്ലൈ സോണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ആ ഒരു സപ്ലൈ സോണിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഫ്ലിപ്പ് കിട്ടും. അങ്ങനെ ഒരു ഫ്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാലോ മാർക്കറ്റ് ദെൻ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി വരുമ്പോൾ ലാസ്റ്റായിട്ട് ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ഏരിയ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഫ്ലിപ്പ് സോണായിട്ട് എടുക്കാം. മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 ഹവറിൽ നിന്ന് ഒരു 1 ഹവറിലോട്ടോ അല്ലെങ്കിൽ 1 ഹവറിൽ നിന്ന് ഒരു 50 മിനിറ്റ്സിലോട്ടോ ഒക്കെ കൺവേർട്ട് ചെയ്ത് ആ ഒരു ഫ്ലിപ്പ് സോണിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റും. അപ്പം അതാണ് ഒരു കണ്ടിന്യൂവേഷൻ ഫ്ലിപ്പ്, അതുപോലെ തന്നെ റിവേഴ്സൽ ഫ്ലിപ്പ്.
അപ്പോൾ നിങ്ങൾക്കിവിടെ ഡൗട്ട് വരാൻ അല്ലെങ്കിൽ സംശയം വരാൻ ചാൻസ് ഉള്ളത് ഈ ഒരു റിവേഴ്സലിൽ കൺസർവേറ്റീവ് ഫ്ലിപ്പ് എൻട്രിയും അതുപോലെ തന്നെ ഈ ഒരു അഗ്രസീവ് ഫ്ലിപ്പ് എൻട്രിയാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്താണ് ഒരു അഗ്രസീവ് ഫ്ലിപ്പ് എൻട്രി അതുപോലെ തന്നെ കൺസർവേറ്റീവ് ഫ്ലിപ്പ് എൻട്രി എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ഫ്ലിപ്പ് സോൺ അതുപോലെ തന്നെ ഫ്ലിപ്പ് പാറ്റേൺ ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, വരുന്ന ക്ലാസ്സുകളിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.